അപ്പോൾ സർപ്പ ആരംഭിച്ച സമയത്ത് നമ്മൾ പാമ്പുകളെ പിടികൂടുന്ന കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ബന്ധപ്പെട്ടു. ഫസ്റ്റ് ആദ്യഘട്ടമായിട്ട് നമ്മൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ ട്രെയിനിങ് കൊടുത്തത്. അതിന് ആ ട്രെയിനിങ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതായിട്ട് കേരളത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെല്ലാം ഇങ്ങനെ നമ്മളൊരു സംവിധാനം വരുന്നുണ്ട്, ഒരു ലൈസൻസ് സംവിധാനം അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ സംവിധാനം വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കുകയും ഇവരെല്ലാം ഈ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഈ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള അനുമതിയാണ്. ആ നിയമപരമായിട്ടുള്ള അനുമതി ഇല്ലാത്ത ആൾക്കാർ അതിൽ പറയുന്ന വന്യജീവികളെ പിടികൂടാൻ പാടില്ല. ഇപ്പോൾ ഒരു കടുവ നാട്ടിലേക്ക് ഇറങ്ങിയെന്ന് വെച്ചിട്ട് അതിനെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവിടാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ ഉള്ളൂ. ആ അധികാരം ഉപയോഗിച്ചിട്ടാണ് പാമ്പുകളെ പിടികൂടുന്നതിനുള്ള സർട്ടിഫിക്കേഷൻ അദ്ദേഹം ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ അധികാരം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഗൈഡ് ലൈൻ തയ്യാറാക്കിയത്. അപ്പോൾ അത് നാട്ടിലെ നിയമമാണ്. നാട്ടിലിപ്പോൾ വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണോ എന്ന് പറയുന്നത്, എനിക്ക് പണ്ട് മുതലേ വാഹനം ഓടിക്കാൻ അറിയാം, എനിക്കിതൊന്നും ബാധകമല്ല എന്ന് പറയുന്നത് നിയമം അംഗീകരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരൻ്റെ ലക്ഷണമല്ല. നിയമം അനുസരിക്കാനും അംഗീകരിക്കാനും പാലിക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ ഒരു 50 വർഷത്തോളമായി പാമ്പുകളെ പിടിക്കുമായിരുന്ന ആൾക്കാരും ആ സമയത്ത് വന്ന് ലൈസൻസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ചിലർ വളരെ അപൂർവം 1-2 പേര് മാത്രം ഈ ലൈസൻസ് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ, പക്ഷേ അവർ പിന്നെയും പാമ്പുകളെ പിടികൂടുന്നത് തുടരുകയും അവർ മുമ്പും പാമ്പുകളെ പിടിക്കുകയും വനം വകുപ്പിന് സഹായിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് കർശനമായിട്ടുള്ള നിയമ നടപടികളിലേക്കൊന്നും വനം വകുപ്പ് പലപ്പോഴും പോയിട്ടില്ല. പക്ഷേ ചില വളരെ അപകടകരമായിട്ടുള്ള ചില പ്രവണതകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊക്കെ മാത്രം അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈസൻസ് എടുത്തതിന് ശേഷവും വളരെ അപകടകരമായിട്ട് പാമ്പുകൾ കൈകാര്യം ചെയ്യൽ, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ചിത്രീകരിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുക, പാമ്പുകളെ പറ്റി തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ളൊരു പ്രവണത ചിലർ കണ്ടിന്യൂ ചെയ്തപ്പോഴേക്കും അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുമുണ്ട്. ഇനിയിപ്പോൾ സർപ്പയുടെ 2ാം ഘട്ടത്തിൽ ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ഈ വാവ സുരേഷിന് ലൈസൻസ് ഉണ്ടോ? ഇല്ല, എടുത്തിട്ടില്ല. ഫോറസ്റ്റിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ല, ആളെ വിളിച്ചിട്ട് ഇവിടെ അരിപ്പയിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുമ്പൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പേ തന്നെ വനം വകുപ്പിൽ പാമ്പുകളെ പിടിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സർവീസിൽ ആരംഭം മുതൽ ഞാൻ വർക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെയാണ് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നത്. ഇനി വേറെ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലൊക്കെ രാജവെമ്പാല കൂടുതൽ ഇറങ്ങുന്ന സമയത്തൊക്കെ ആ സമയത്ത് കൗമുദി ചാനലിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്നേക് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ രാജവെമ്പാലയെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ നാട്ടുകാർ ചിലരുമായിട്ടൊക്കെ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ അറിയിക്കും. അപ്പോൾ ഇദ്ദേഹം ഉടനെ തന്നെ, നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും റെസ്ക്യൂർമാരുണ്ട്. ഞാൻ തട്ടേക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 50 വർഷത്തിലധികമായിട്ട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു സ്റ്റീഫൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ആൾ മരിച്ചും പോയി. ഒരു 65 വയസ്സൊക്കെ ആയപ്പോഴേക്കും ആൾ മരിച്ചുപോയി. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇദ്ദേഹം അവിടുത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുക, സാറേ നിങ്ങൾ പിടിക്കരുത്, ഞങ്ങൾ ടീമായിട്ട് വരുന്നുണ്ട്, നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തും. അപ്പോൾ എന്നിട്ട് അപ്പം അവർക്കും അതൊരു സന്തോഷമാണ്, കാരണം ടി വിയിലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവർ ആ കൂട്ടത്തിലൊക്കെ നിന്നിട്ട് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരുന്നു. വനം വകുപ്പിലെ പല ഉദ്യോഗസ്ഥരുമായിട്ടും ആ ഒരു അടുപ്പമൊക്കെ ഉള്ളത് കാരണം പലരും അങ്ങനെ ഇദ്ദേഹം ഇതുമായിട്ട് സഹകരിക്കാതെ വളരെ കടുത്ത വിമർശനങ്ങളൊക്കെ നടത്തിയിട്ട് മുന്നോട്ട് പോയപ്പോഴും ഈ സർപ്പ വോളണ്ടിയർമാരാണ് പാമ്പുകളെ കൊണ്ട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് തുറന്നു വിടുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ ഗുരുതരമായ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നടത്തിയപ്പോഴും ആൾക്കെതിരെ കർശനമായ നടപടികളൊന്നും സ്വീകരിക്കാതിരുന്നത് ഈ മുമ്പ് നടത്തിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ സംബന്ധിച്ച് അതൊക്കെ മുൻനിർത്തിയിട്ടാണ്. ആക്ച്വലി സർപ്പ വോളണ്ടിയർമാർ പിടിക്കുന്ന പാമ്പിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്, ഡാറ്റ ഉണ്ട്. സർപ്പ ആപ്പിൽ എൻട്രി ചെയ്തിട്ടാണ് അതിനെ പിടിക്കുന്നത്. അതിനെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഹാൻഡ് ഓവർ ചെയ്യാം, നിയറസ്റ്റ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കോ RRTയിലേക്കോ ഹാൻഡ് ഓവർ ചെയ്യാം. അല്ലെങ്കിൽ നോൺ വെനമസ് ആണെങ്കിൽ അവർക്ക് ഇന്ന സ്ഥലത്ത് തുറന്നു വിടാൻ പറ്റും. അതൊക്കെ ഈ സർപ്പ ആപ്പിൽ തന്നെ എൻട്രി വരുത്താനും പറ്റും. ഇപ്പോൾ സർപ്പ വോളണ്ടിയേഴ്സ് പിടിച്ച പാമ്പിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഇതിൽ എൻട്രി വരുത്താത്ത ആളാണ് എവിടെയാണ് കൊണ്ട് തുറന്നു വിട്ടത് എന്നുള്ള കാര്യത്തിൽ സംശയം നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും പാമ്പുകളിലൂടെയുള്ള അപകടങ്ങൾ ജനങ്ങൾക്കുണ്ടാകാതെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുമാണ് വനം വകുപ്പ് സർപ്പ കൊണ്ടുവന്നത്. അതിലൂടെ പാമ്പുകളുടെ സംരക്ഷണവും നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ പാമ്പിനെ പിടിക്കുന്ന
വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അത് അപകടകരമായ രീതിയിൽ പാമ്പിനെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വാണിംഗ് കൊടുക്കുന്നുണ്ട്. അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ മേലിൽ ഇനി പാമ്പിനെ പിടിക്കണ്ട എന്നുള്ള രീതിയിലുള്ള ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. വൈറലാവാൻ വേണ്ടി, അതായത് വളരെ സേഫായിട്ട് പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരത് അത്ര ഒരു ഇൻട്രസ്റ്റോടുകൂടി കാണുന്നില്ല, വ്യൂസൊക്കെ കുറവായിരിക്കും. പക്ഷേ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ കാണും, റീച്ച് കൂടും. അതിനുവേണ്ടി അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ വാൺ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കാറുമുണ്ട്. ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാറുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരായാലും ലൈസൻസ് ഇല്ലാത്തവർക്ക് പാമ്പുകളെ പിടിക്കാൻ പറ്റില്ല. കുറഞ്ഞു വരുന്നുണ്ട്, ഒത്തിരി കുറഞ്ഞു വരുന്നുണ്ട്. ഒത്തിരി ഈ പാമ്പുകൾ വെച്ച് സർക്കസ് ഒക്കെ നടത്തിയിരുന്ന ആൾക്കാർ വളരെ സേഫായിട്ട് പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർക്ക് പാമ്പ് കടി ഏൽക്കുന്ന സംഭവങ്ങൾ മുമ്പ് ഈ സർപ്പ വരുന്നതിന് മുമ്പ് വളരെ വ്യാപകമായിരുന്നെങ്കിൽ ഇപ്പം വളരെ വളരെ ചുരുങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് പാമ്പുകളുടെ കടി കിട്ടുന്നത്, റെസ്ക്യൂർമാർക്ക്. നോൺ വെനമസ് ആണ്. അതെ 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 അതെ. അതാണ് ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ അല്ലെങ്കിൽ അത്തരത്തിൽ പച്ചമരുന്ന് ഒറ്റമൂലി ചികിത്സകരുടെയൊക്കെ അല്ലെങ്കിൽ ഈ മറ്റേ കറുത്ത കോഴിയും വിഷക്കല്ലും ഒക്കെ വെച്ച് ചികിത്സിക്കുന്നവരുടെയൊക്കെ ഒരു സാധ്യത അതാണ്. സിംറ്റംസ് ഓഫ് എൻവനമേഷൻ അവർക്ക് നന്നായിട്ടറിയാം. ഇവരുടെ മരുന്ന് ഫലപ്രദമല്ല എന്നും അവർക്ക് നന്നായിട്ടറിയാം. അപ്പം എൻവനമേഷൻ സിംറ്റംസ് എയ്തർ ഹീമോടോക്സിക്കോ ന്യൂറോടോക്സിക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ചില പ്രയോഗങ്ങളുണ്ട്. അതായത് ഇപ്പം എന്താണ്, ഗുരുവിൻ്റെ അരുളപ്പാടുണ്ടായി, ഇങ്ങനെ ഒരാൾക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്, ആള് ഇത്ര പെട്ടെന്ന് ആളിവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയും. സിംറ്റംസ് ഓക്കെയാണ്, ആൾക്ക് വിഷബാധയുടെ ലക്ഷണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആളെ വിളിച്ച് കിടത്തി അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി ആളെ സുഖപ്പെടുത്തി വിടും. സിംറ്റംസ് പോസിറ്റീവാണ് എന്ന് ഒരു സൂചന തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 15 മിനിറ്റോടെ എത്തേണ്ടായിരുന്നു, നിങ്ങൾ ലേറ്റായി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പം ഇദ്ദേഹം ചികിത്സിച്ചിട്ടുള്ള 100 രോഗികളുണ്ടെങ്കിൽ 100 പേരും സേഫായിട്ട് രക്ഷപ്പെട്ടു. മറ്റേ ഒരു അപകട സാധ്യതയുള്ള രോഗിയെ അദ്ദേഹം ആദ്യം തന്നെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു. അപ്പം വളരെ ഭയങ്കര എന്നാണ് വൈദ്യനാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പേരായി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അല്ലാതെ ആൻറ്റി സ്നേക്ക് വെനം ഉപയോഗിച്ച് വെനം ന്യൂട്രലൈസ് ചെയ്യുന്നതല്ലാതെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു തരത്തിലുള്ള ചികിത്സാ രീതികളും നമുക്ക് നിലവിലില്ല. ഇനിയൊരു ഇഷ്യൂ, ഈ റെസ്ക്യൂ ചെയ്യുന്ന ഇതിൻ്റെ സ്നേക്സിൻ്റെ റിലീസാണ്. പല ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ മലയാറ്റൂർ, കോതമംഗലം ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നാട്ടിൽ നിന്നൊക്കെ പിടിക്കുന്ന എല്ലാ പാമ്പിനും ഇവിടെ കൊണ്ടാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ പരമാവധി സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ആൾതാമസമുള്ള സ്ഥലത്തൊന്നും അല്ലാതെ ഉള്ളിലൊക്കെയാണ് കൊണ്ടുവിടുന്നത്. ഇപ്പം ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വണ്ടി പോയിട്ട് 10 മിനിറ്റേ ആയുള്ളൂ, 10 മിനിറ്റിനകം തിരിച്ചു പോയി, അപ്പോൾ ദൂരെ കൊണ്ട് വിട്ടില്ല എന്നോ. ചിലപ്പം നമ്മൾ ഈ 2 ദിവസം കൂടുമ്പോൾ പാമ്പിനെ കൊണ്ട് വിടും. ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരു 10 പാമ്പുണ്ടാവും, ഈ 2 ദിവസം കൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പിടിച്ചത്. ചിലപ്പോൾ ഒരു 15 പാമ്പുണ്ടാവും, ചിലപ്പോൾ ഒരു 2 പാമ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പാമ്പിനെ നമ്മൾ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അത് സേഫാണ്, 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാം. 10-15 പാമ്പൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഉള്ളിലൊരു 8-10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ട് ആദ്യം ഒരു സ്ഥലത്ത് 2 എണ്ണത്തിനെ വിട്ടു, പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് വീണ്ടും അടുത്ത 2 എണ്ണത്തിനെ വിട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് എല്ലാത്തിനെയും കൂടെ ഒരേ സ്ഥലത്ത് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആ പാമ്പുകൾക്കും സേഫ് അല്ല, ആ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ ബാലൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അത് ബാധിക്കും. അതുകൊണ്ട് വളരെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ വിട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതൊക്കെ വഴി കാണും. അപ്പോൾ ജനിച്ച അന്ന് സർവൈവ് ചെയ്യാൻ അറിയാമെങ്കിൽ അതിന് ഒരു പ്രായം കഴിഞ്ഞ് കുറേ ഹണ്ടിങ് ഒക്കെ നടത്തി ജീവിച്ച് ശീലിച്ച പാമ്പിന് സർവൈവ് ചെയ്യാം. അതിനെ ഓൾട്ടർനേറ്റീവ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ് ആയാൽ മതി. നിയമത്തിൽ പറയുന്നത് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ദ സെഡ് അനിമൽ ടു ഓൾട്ടർനേറ്റീവ് സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ് എന്നാണ്. അതായത് നീർക്കോലി, വെള്ളത്തിൽ ജീവിക്കുന്ന നീർക്കോലിയെ പിടിച്ച് ഒരു വരണ്ട അല്ലെങ്കിൽ ഒരു ചിന്നാറ് പോലുള്ള വരണ്ട കാട്ടിക്കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ ജീവിക്കത്തില്ല. അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഹാബിറ്റാറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ തുറന്നു വിടുന്നതും അതിന് സ്യൂട്ടബിളായിട്ടുള്ള സമയമായിരിക്കണം. പകൽ ആക്ടിവിറ്റി ഉള്ള പാമ്പിന് രാത്രി കൊണ്ട് തുറന്നു വിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി സഞ്ചാരികളായിട്ടുള്ള മൂങ്ങയോ ഏതെങ്കിലും ജീവികളെയോ ഒക്കെ അതിന് പ്രിഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല സ്യൂട്ടബിൾ ഹാബിറ്റാറ്റും ആയിരിക്കും. ഈ ആൾതാമസമുള്ള കൃഷിയിടങ്ങളിൽ ജീവിച്ചൊരു ചേരയെ
അതുപോലെ അടിക്കാടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വിട്ടു കഴിഞ്ഞാൽ അതിന് ഇരയുടെ ലഭ്യത വേണം, ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലം വേണം, വെള്ളം കുടിക്കാനുള്ള സൗകര്യം വേണം. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റ് ഏത് മാമൽസോ പക്ഷികളോ മറ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ട ജീവികളെക്കാൾ കൂടുതൽ അതിജീവിക്കാനുള്ള സാധ്യത പാമ്പുകൾക്ക് തന്നെയാണ്. നീർക്കോലിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്നൊരു ചൊല്ലുണ്ട്. എന്താ അതിന്റെ ശാസ്ത്രം എന്താണ്? അതായത് ചേരയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു പാമ്പ് ചേരയാണ്. അപ്പം ബാക്കി മൂർഖം പാമ്പിന് ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്, വെള്ളിക്കട്ടൻ ഒരുപാട് പേരുണ്ട്, ഇതെല്ലാം ഉണ്ട്. ചേരയെ പണ്ട് മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം, കർഷകരുടെ മിത്രമാണ്, നമുക്ക് ഏറ്റവും വലിയ ഉപകാരിയാണ്, ഇതൊക്കെ നമുക്കറിയാം. ചേര ഒഴികെ ബാക്കിയെല്ലാം മലയാളിക്ക് പാമ്പാണ്. ചേരയെ നമ്മൾ പാമ്പായിട്ട് കൂട്ടിയിട്ടുമില്ല. പാമ്പല്ലടാ അത് ചേരയാണെന്ന് വല്യമ്മച്ചിയൊക്കെ പറയും. അമ്മ പാമ്പെന്ന് പറയുമ്പോഴേക്കും പാമ്പല്ല അത് ചേരയാണ്. കാരണം ചേര വിഷമില്ലാത്തതാണ്, ചേര ഉപകാരിയാണ്, ബാക്കിയെല്ലാം പാമ്പാണ്. ബാക്കി എന്ത് കടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പാമ്പ് കടിച്ചാൽ ആശുപത്രി പോകണമെന്ന് പറയുന്നവർ പോലും വിഷപ്പാമ്പിൻ്റെ കടിയേറ്റാൽ ആശുപത്രി പോകണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാറില്ല. കാരണം എല്ലാം പാമ്പാണ്, എല്ലാം അപകടകാരിയാണ് എന്നുള്ള രീതിയിലാണ്. ചേരയെ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ നീർക്കോലി കടിച്ചാലോ? നീർക്കോലി വിഷമില്ലാത്തതല്ലേ? അത് അത്ര കണ്ട് മലയാളിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നുള്ളൊരു സംശയം. പിന്നെ നീർക്കോലി, ചെറിയ നീർക്കോലിയാണെങ്കിൽ പ്രശ്നമില്ല, അത് കുറച്ച് വലുതാവുമ്പോഴേക്കും പൊളവനായി മണ്ണെണ്ണലിയാവും, അതിന് ഭയങ്കര വിഷമാണ് എന്നൊക്കെയുള്ള ധാരണയാണ്. ആക്ച്വലി ഇതൊക്കെ ഈ പാമ്പിനെ പറ്റിയുള്ള നമ്മുടെ തെറ്റിദ്ധാരണകളുടെ പേരിൽ ഉണ്ടായി വന്ന പഴഞ്ചൊല്ലുകളാണ്. ചേര ഒഴികെ ബാക്കി എല്ലാത്തിനും വിഷമുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ നിന്ന് ഇനങ്ങൾ തിരിച്ചറിയാൻ മലയാളിക്ക് പണ്ട് മുതലേ അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ ധാരാളം പേരുകളൊക്കെ വന്നത്. മോതിരവളയൻ എന്നുള്ള പേര് സ്യൂട്ടാവുന്നത് ശരിക്ക് കാട്ടുപാമ്പിനാണ്, ട്രിങ്കറ്റ് സ്നേക്കിനാണ്. അതിൻ്റെ വളയങ്ങളാണ് മോതിരം പോലെ ഇരിക്കുന്നത്, പക്ഷെ നമ്മൾ വിളിക്കുന്നത് 8 അടി വീരനാണ്. ചേനത്തണ്ടൻ എന്നുള്ള പേര് സ്യൂട്ടാവുന്നത് ശരിക്ക് മലമ്പാമ്പിനാണ്. ആൾക്കാർക്ക് എപ്പോഴും മാറിപ്പോകുന്നതാണ് മലമ്പാമ്പും ചേനത്തണ്ടനും തമ്മിൽ. ചേനയുടെ തണ്ട് പോലുള്ള ഇറഗുലർ പാറ്റേൺസ് ഉള്ളത് മലമ്പാമ്പിനാണ്. ചേനത്തണ്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന റസൽ സ്വൈപ്പറിന് കൃത്യമായിട്ടുള്ള ചെയിൻലിംഗ് പാറ്റേൺസ് ആണ് അതിനുള്ളത്. അപ്പം ID അല്ലെങ്കിൽ ഇനം തിരിച്ചറിയുക എന്നുള്ളത് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. ഇനി ചേരയെ പോലും വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. അവർ പറയുന്നത് എന്താണ്? ചേര സാധാരണഗതിയിൽ കടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മഞ്ഞച്ചേര നേരെ കടിച്ചാൽ കുഴപ്പമില്ല, മലർന്ന് കടിച്ചാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ചേരയെ പോലും വെറുതെ വിടാത്ത മഞ്ഞച്ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്ന് ചേരയെ പോലും വെറുതെ വിടാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. ആക്ച്വലി മെജോറിറ്റി 132ഓളം സ്പീഷീസ് നമുക്ക് കേരളത്തിലുള്ളതിൽ മെജോറിറ്റിയും 80% വിഷമില്ലാത്ത ഒരു വിധത്തിലുള്ള അപകടങ്ങളുമില്ലാത്ത പാമ്പുകളാണ്, സേഫായിട്ടുള്ള പാമ്പുകളാണ്. മൈൽഡ്ലി വെനമസ് ആണ്, ചെറിയ വിഷമുണ്ട്. ഈ പല്ലി പോലുള്ള ചെറിയ തവള അതിനെയൊക്കെ ഇമ്മൊബിലൈസ് ചെയ്യാനുള്ള വെനമാണ് അതിനുള്ളത്. അത് മാത്രമല്ല റിയർ ഫാങ്ഡാണ്, അതിൻ്റെ വിഷപ്പല്ല് അകത്താണ്. മനുഷ്യനെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പല്ല് നമ്മുടെ ദേഹത്ത് കൊള്ളത്തില്ല. ഒരുപാട് പാമ്പുകളുണ്ട്. വൈൻ സ്നേക്സ്, പച്ചില പാമ്പുകളൊക്കെ കയറും, പൂച്ചക്കണ്ണം പാമ്പുകൾ കയറും, മലമ്പാമ്പ് നന്നായിട്ട് കയറും, രാജവമ്പാല, മൂർക്കൻ, വെള്ളിക്കട്ടൻ, ഇതൊക്കെ നന്നായിട്ട് മരത്തിൽ കയറും, കയറാൻ പറ്റും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വനപ്രദേശത്താണ്. ജനവാസ മേഖലകളിൽ ഇപ്പോൾ പൂച്ചക്കണ്ണം പാമ്പിനെ ഒന്നും അങ്ങനെ കാണാറില്ല. വൈൻ സ്നേക്സ്, പൂച്ചക്കണ്ണം പാമ്പുകൾ, മലമ്പാമ്പ്, ഇതൊക്കെ വനപ്രദേശത്ത് മാത്രം കാണുന്ന പാമ്പുകളാണ്. റെയറായിട്ട് മാത്രമാണ് അത് ജനവാസ മേഖലകളിലേക്ക്, ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ വരാറ്. അണലി പിറ്റ് വൈപ്പേഴ്സിന് കയറാൻ പറ്റും. പല പിറ്റ് വൈപ്പേഴ്സും, ബാംബു പിറ്റ് വൈപ്പർ, അതുപോലെ ലാർജ് സ്കെയിൽഡ് പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പറിനൊക്കെ നന്നായിട്ട് മരം കയറാൻ പറ്റും. എന്നാൽ ഹംബ്നോസ്റ്റ് പിറ്റ് വൈപ്പർ, റസൽസ് വൈപ്പർ, സോസ്കെയിൽഡ് വൈപ്പർ, അതുപോലെ ഹോഷൂ പിറ്റ് വൈപ്പർ, അതിനൊക്കെ മരം കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് അങ്ങനെ നല്ല ക്ലൈംബേഴ്സ് അല്ല, അത് ആർബോറിയൽ നേച്ചർ കുറവാണ്. പറക്കുന്ന പാമ്പ് ആക്ച്വലി ഒരെണ്ണമുണ്ട്, അതായത് ഓർണേറ്റ് ഫ്ലൈങ് സ്നേക്ക്. സാധാരണ പാമ്പുകൾ മരത്തിൻ്റെ ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് കണക്ട് ചെയ്താണ് ഇഴഞ്ഞു പോവുക. പക്ഷേ ഒരു ജില്ലയിൽ നിന്ന് ഗ്ലൈഡ് ചെയ്ത് അടുത്ത ജില്ലയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പാമ്പുണ്ട്, അതാണ് ഓർണേറ്റ് ഫ്ലൈങ് സ്നേക്ക്. മൈൽഡ്ലി വെനമസ് ആണ്. സ്വർണ്ണപ്പാമ്പ്, സ്വർണ്ണനാഗം എന്നൊക്കെ പറയുന്നത് കളർ മോർഫുകളാണ്. കേരളത്തിൽ ഒരേ ഒരു മൂർഖൻ ഇനമേ ഉള്ളൂ, അത് നമ്മൾ ഇന്ത്യൻ സ്പെക്ടക്കിൾഡ് കോബ്ര എന്നൊക്കെ പറയുന്ന നാജ എന്ന് സയൻറ്റിഫിക് നെയിമുള്ള മൂർഖൻ പാമ്പ്. എല്ലാ പാമ്പുകളിലും കളർ വേരിയേഷൻസ് കാണാറുണ്ട്.
അത് ഒരുപാട് കളർ വേരിയേഷൻസ് കാണാറുണ്ട്. ഭയങ്കര ഡാർക്ക് കളറും റിങ്സ് ഉള്ളതും റിങ്സ് ഒന്നുമില്ലാത്ത നല്ല ലൈറ്റ് കളറും വെള്ള നിറത്തിലുള്ള ആൽബിനിസ്റ്റിക് ആയിട്ടുള്ളതും നല്ല ഈ ഗോൾഡൻ കളറിലൊക്കെ കാണുന്ന സാധാരണ ഈ പോക്ക് വെയിൽ വൈകുന്നേരത്തെ വെയിലടിക്കുന്ന സമയത്ത് നല്ല സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നതൊക്കെ കൊണ്ടാണ്. അപ്പോൾ അത് കളറിലുള്ള വേരിയേഷൻസ് മാത്രമാണ്, കളർ മോർഫുകളാണ്, അല്ലാതെ മറ്റ് വ്യത്യാസങ്ങളില്ല. ഒരേ സ്പീഷീസ് തന്നെയാണ്. മലയാളികൾ പല നിറത്തിലെന്ന് പറഞ്ഞതുപോലെ ഇപ്പം ആഫ്രിക്കയിലുള്ള ആൾക്കാരെയും ചൈനയിലുള്ള മംഗോളിയൻ റൈസിനെയും ആഫ്രിക്കൻ റൈസിനെയും യൂറോപ്യനെയും ഇന്ത്യനെയും ഒക്കെ കണ്ടാൽ ജനറ്റിക് ലെവലിലുള്ള വേരിയേഷൻസ് ഉണ്ട്. ഓരോ റൈസിനെയും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇന്ത്യൻസിനെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരെ തന്നെ തമ്മിൽ കളറിൽ വ്യത്യാസമുണ്ട്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം ഒരേ നിറക്കാരല്ല. ആ ഒരു വേരിയേഷനാണ് കളർ മോർഫുകൾ എന്ന് പറയുന്നത്. നല്ല വ്യത്യാസം കളറിലുണ്ടാവും. അത് വേറെ വേറെ സ്പീഷീസ് അല്ല, ഒരേ സ്പീഷീസിലുള്ള കളർ മോർഫുകൾ മാത്രമാണ്. നാഗമാണിക്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നെപ്പോലെ ഇത്രയും പാമ്പുകളെയൊക്കെ പിടിക്കുന്ന ആൾക്കാർ ഒരു 5-8 വർഷം സർവീസൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ വോളണ്ടറി റിട്ടയർമെൻ്റ് ഒക്കെ എടുത്തിട്ട് ലാവിഷായിട്ട് ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനെ സുഖവാസം നയിക്കും. അങ്ങനൊന്നുമില്ല. അത് ഈ യൂട്യൂബിലൊക്കെ വീഡിയോസ് വരാറുണ്ട്. പലരും പാമ്പിനെ ഭയങ്കര മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ട് അതിൻ്റെ തല ഈ കത്തി കൊണ്ട് കീറി അതിനകത്ത് കല്ല് വെച്ചിട്ട് പിന്നെ അത് മുറിച്ച് എടുക്കുന്നതായിട്ടൊക്കെ ഉള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള പലരും നാഗമാണിക്യം എന്നുള്ള രീതിയിൽ. അങ്ങനൊന്നുമില്ല. നാഗമാണിക്യം, ഗജമൂത്ത് എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസങ്ങളാണ്. ഈ പാമ്പിനെ കെട്ടിക്കൊന്ന കേസുണ്ടോ? പാമ്പുകൾ വന്യജീവികളാണ്. പക്ഷേ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിൽ സ്വയം രക്ഷ അർത്ഥം ചിലപ്പം പാമ്പുകൾ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ പലരും തല്ലിക്കൊല്ലാറുണ്ട്. അതിന് വനം വകുപ്പ് അങ്ങനെയുള്ള സംഗതികളിൽ പൊതുവെ കേസെടുക്കാറില്ല. അത്തരം ജീവന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരാൾ കൊച്ചുമക്കളൊക്കെ ഉള്ള വീട്ടിൽ പാമ്പിനെ കണ്ടു, തല്ലിക്കൊന്നു, അങ്ങനെയുള്ള കേസുകളിലൊന്നും ഒരുപാട് കേസുകൾ ഇങ്ങനെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ടെങ്കിൽ പോലും കേസെടുക്കാറില്ല. പിന്നെ ഒരു കാര്യവുമില്ല, തല്ലിക്കൊല്ലേണ്ട ഒരു കാര്യവുമില്ലാതെ വെറുതെ വെല്ലുവിളിച്ചിട്ട് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ ചിലർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഇതിൽ കേസെടുക്കാറുമുണ്ട്. നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പുകൾ വന്യജീവികളാണ്, സംരക്ഷിത വിഭാഗത്തിൽ വരുന്ന ജീവികളാണ്. തല്ലിക്കൊന്നു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. കൊന്നാൽ മാത്രമല്ല പിടിച്ചു വെച്ചാലും, പിടിച്ചു വെക്കുന്നതും കുറ്റകരമാണ്. പക്ഷികൾക്ക് വെള്ളം വയ്ക്കുന്നത് കുടിക്കാൻ വേണ്ടി പാമ്പ് വരുമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ആക്ച്വലി അത് പക്ഷികൾ ഈ കടുത്ത വേനലിൽ പക്ഷികൾക്ക് വെള്ളം വെക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ഒരു സൽക്കർമ്മം, അല്ലെങ്കിൽ അത്തരത്തിൽ അവയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നല്ല പ്രവൃത്തിയാണ്. അത് നിലത്ത് വെച്ചാൽ പാമ്പുകൾക്ക് ഈ പക്ഷികളെ പോലെ എപ്പോഴും വന്ന് വെള്ളം കുടിക്കുകയോ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുകയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കുറവാണ്. ഇപ്പം നമ്മൾ കാട്ടിലൊക്കെ സ്ഥിരമായിട്ട് വനപാലകർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാജവെമ്പാലയൊക്കെയുള്ള വനങ്ങളിൽ പോകുമ്പോഴേക്കും ഈ വേനൽ ചൂട് കിടക്കുന്ന സമയങ്ങളിൽ ഈ രാജവെമ്പാല രാവിലെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ വിട്ടതുപോലെ അത് വൈകുന്നേരം ആയാലും കയറി പോകത്തില്ല. അതിങ്ങനെ നീന്തി ഇങ്ങനെ നടക്കുന്നതാണ് ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? വെള്ളം ഓർമ്മക്കുറവുണ്ട്, വയസ്സായി അതിൻ്റെ. അപ്പം അങ്ങനെ ഭയം. ഈ പാമ്പുകൾക്കൊന്നും ഒരുപാട് വെള്ളം കുടിക്കണം അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ദിവസങ്ങൾ കൂടുമ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ്, പലപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യം അത് പിടികൂടി കഴിക്കുന്ന ഇരയിലൂടെ തന്നെ അത് മീറ്റ് ചെയ്യും. വെള്ളമായിട്ട് തന്നെ കുടിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇനി നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാമ്പൊന്ന് കുടിക്കുമെന്ന് ഭയം ഉണ്ടെങ്കിൽ അല്പം ഉയർന്ന സ്ഥലങ്ങളിലോ ചിലപ്പോൾ മരത്തിൻ്റെ ചില്ലയിൽ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ചെറിയ പക്ഷികളൊക്കെ വന്ന് ആ വെള്ളം കുടിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷേ നിലത്ത് വയ്ക്കുന്ന സ്ഥലങ്ങളിൽ കൂട്ടമായിട്ട് പക്ഷികളൊക്കെ വന്ന് അതിൽ കുളിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് പോവാറ്. വെള്ളം വെക്കുന്നത് നല്ലതാണ്. ഇനി പാമ്പ് ഒന്ന് കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പാമ്പ് ആ പ്രദേശത്തേക്ക് വരുമെന്ന് ഭയം ഉണ്ടെങ്കിൽ തൂക്കിയിടുന്നത് നല്ലതാണ്. പാമ്പ് ശീതരക്തജീവിയാണോ അല്ലയോ? അങ്ങനെ ഉണ്ടാവാം. സമ്മർദ്ദം ഉണ്ടാവും ചൂട് കാലത്ത്. ആണ് ശീതരക്തജീവിയാണ്. പാമ്പുകൾ അടയിരിക്കത്തില്ല. ശീതരക്തജീവി ആയതുകൊണ്ടാണ് പാമ്പ് അടയിരിക്കാത്തത്. ഇപ്പോൾ ആമ, കടലാമ കരയിലേക്ക് കയറിയിട്ട് മുട്ടയിട്ടിട്ട് അത് പോവുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ചിലപ്പോൾ 1-1.5 മാസം കഴിയുമ്പോഴേക്കും ഈ മുട്ട തന്നെത്താൻ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മുട്ടയിടുന്ന പാമ്പുകൾ മുട്ടയിട്ടിട്ട് പാമ്പ് പോവുകയാണ് ചെയ്യുന്നത്.
ആ മുട്ട തന്നെത്താനെയാണ് വിരിയുന്നത്. മുട്ടയ്ക്ക് അടയിരിക്കുന്നില്ല. അടയിരിക്കാത്തത് അത് ശീതരക്തജീവി ആയതുകൊണ്ടാണ്. സ്റ്റഡി ബോഡി ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് അടയിരുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ. മാത്രമല്ല ആ മുട്ടയും അടയിരിക്കപ്പെടാനുള്ള അഡാപ്റ്റേഷൻസോട് കൂടിയുള്ള മുട്ടയല്ല അത്. കോഴിമുട്ട അല്ലെങ്കിൽ പക്ഷികളുടെ മുട്ടയ്ക്ക് പുറന്തോട് കട്ടിയുണ്ട്. അതായത് ഒരു 500 ഗ്രാം ഭാരമുള്ള പക്ഷി കയറി അതിൻ്റെ ദേഹത്തിരുന്നാൽ പോലും മേത്തിരുന്നാൽ പോലും ആ മുട്ടയ്ക്ക് കേടുപാട് സംഭവിക്കത്തില്ല. കട്ടിയുള്ള പുറന്തോടാണ്. പാമ്പിൻ്റെയും ആമയുടെയും ഒക്കെ മുട്ടയെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. ഈ 30 കിലോ ഭാരമുള്ളൊരു പാമ്പ് മുട്ടയിട്ടിട്ട് അടയിരിക്കാന്ന് പറഞ്ഞ് എൻ്റെ ദേഹത്ത് കയറിയാൽ ആ മുട്ട തവിടുപൊടിയാവും എന്നുള്ളതാണ്. അടയിരിക്കപ്പെടാനുള്ള മുട്ടയല്ല. പാമ്പുകൾ ശീതരക്ത ജീവികൾ തന്നെയാണ്. പാമ്പുകൾ ശരീരം തണുപ്പിക്കാറുണ്ട്. ചൂട് കാലത്ത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. മലമ്പാമ്പൊക്കെ വെള്ളത്തിൻ്റെ അടിയിലിറങ്ങി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് മണിക്കൂറുകളോളം. രാജവെമ്പാലയൊക്കെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നീന്തി നടക്കും. വെള്ളത്തിൽ തന്നെ ഈ വെയിലടിക്കുന്ന പാമ്പ്. ഇപ്പം ഞാൻ അച്ചൻകോവിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ കൂപ്പിൽ വർക്ക് നടക്കുന്ന സമയത്ത്, അതായത് ഉൾവനത്തിൽ തേക്ക് തോട്ടത്തിൽ പ്ലാന്റേഷൻ വർക്കുകളൊക്കെ തടി മുറിക്കുക അങ്ങനെയുള്ള പ്ലാന്റേഷൻ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കാട്ടിൽ തന്നെ ചിലപ്പം താമസിക്കും. അത് മിക്കവാറും താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെഡ് കെട്ടുന്നത് ഈ ആറ്റിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ വെള്ളം എടുക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നോക്കിയിട്ടാണ് ആറ്റിനോട് ചേർന്ന് ഷെഡ് ഒക്കെ കെട്ടി താമസിക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ നോക്കുമ്പോഴേക്കും രാജവെമ്പാല വന്ന് അവിടെ ആറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കാട്ടിൽ കയറി പോയി തടിമുറി അങ്ങനെയുള്ള അതിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കാനൊക്കെ വേണ്ടി തിരിച്ചു വരുമ്പോഴും ആള് വെള്ളത്തിൽ തന്നെ ഉണ്ട്. അപ്പം വെള്ളത്തിൽ വെയിലടിക്കുന്ന ഭാഗമുണ്ട്, തണലുള്ള ഭാഗമുണ്ട്. ആൾ ഈ തണലുള്ള ഭാഗത്തൂടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീന്തി നടക്കുകയാണ്. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ പോയിട്ട് വൈകുന്നേരത്തേക്ക് തിരിച്ചു വരുമ്പോൾ വെയിലെല്ലാം ആറിക്കഴിഞ്ഞിട്ടാണ് ആശാൻ കരയ്ക്ക് കയറി പോകുന്നത്. അത് നമ്മുടെ ആ ഷെഡിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഉപദ്രവിക്കാനൊന്നും വരാറുമില്ല. നമ്മളതിനെ അങ്ങനെ അങ്ങോട്ട് ഉപദ്രവിക്കാനും പോകാറില്ല. ഈ വെള്ളത്തിന്റെ അകത്ത് പാമ്പുകളൊക്കെ പറയുമ്പോൾ എന്റെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് പേടിക്കുന്ന ഒരു സിനിമ അനക്കോണ്ട. വെള്ളത്തിന്റെ അകത്തൂടെ വലിയ പാമ്പുകൾ. ടെക്നിക്കലി ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ വലിയ പാമ്പുകൾ, മനുഷ്യനെ തന്നെ വിഴുങ്ങുന്ന പാമ്പുകൾ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതെ, നമ്മളോടിപ്പോൾ വനംവകുപ്പിൽ ഞാൻ ആദ്യം ജോലിയിൽ വരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്ത പല സ്ഥലങ്ങളിലും, ഇപ്പം മറയൂരാണ് എനിക്ക് എൻ്റെ തുടക്കം. മറയൂരും അവിടെയുള്ള ആൾക്കാരും പറയാറുണ്ട്. അത് കഴിഞ്ഞ് അച്ചൻകോലി വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരും പറയും. അത് കഴിഞ്ഞ് തട്ടേക്കാട് പോയപ്പോൾ അവിടെ ഉള്ളവരും പറയും. കേരളത്തിലുടനീളം എല്ലാവരും പറയുന്നൊരു പാമ്പാണ്. ഇപ്പം പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പാമ്പാണ് കരിങ്കോളി എന്നൊക്കെ പറയും. കോഴിയുടേതുപോലുള്ള പൂവും ആടയും ഒക്കെയുള്ള കൊക്കുന്ന പാമ്പ് എന്ന് പറയും. അതിൻ്റെ ഈ വിഷത്തിന് ഭയങ്കര വീര്യമാണെന്നും ഈ നമ്മുടെ അടയ്ക്കാമരത്തിൻ്റെ അത്ര വണ്ണം ഉണ്ടെന്നും അതിങ്ങനെ ദൂരെ നിന്ന് ഇഴഞ്ഞു വരുന്നത് ഈ കരിയിലെ ചപ്പ് ഇങ്ങനെ അമരുന്ന ശബ്ദം നമുക്ക് കേൾക്കാമെന്നും ഒക്കെ പറഞ്ഞുള്ള ഒരു എന്താണ് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പാമ്പിനെ പറ്റി പറയാറുണ്ട്. ആക്ച്വലി ഇത് രാജവെമ്പാല തന്നെയാണ്. രാജവെമ്പാലയെ കുറച്ച് പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ 21 വർഷത്തെ വനം വകുപ്പ് ഈ സർവീസിനിടയ്ക്ക് ഒരുപാട് ട്രക്കിങ് വനത്തിനകത്ത് പോയി ട്രക്ക് ചെയ്യുകയും ആസ്തിയാർകൂടത്തിൽ ഞാൻ 12 തവണ പോയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ഇൻറ്റീരിയർ ട്രക്കിംഗ് ഒരുപാട് ചെയ്യുകയും പല സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ സർവീസ് സമയത്തിൽ നല്ലൊരു ഭാഗം വനത്തിനുള്ളിൽ ചെലവഴിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനിതിനെ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ കാണേണ്ടതാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. അതിനെ എന്താണ് കരിങ്കോളി എന്നാണ് അതിനൊരു പൊതുവിലുള്ളൊരു പേര് പറയാറ്, കരിങ്കോളി. ചില സ്ഥലങ്ങളിൽ കരിഞ്ചാത്തി എന്ന് രാജവെമ്പാലയെ പറയാറുണ്ട്. അത് രാജവെമ്പാലയെ തന്നെയാണ്. കരിങ്കോളി എന്ന് പറയുന്നത് അതൊരു സാങ്കല്പിക പാമ്പാണ്. അങ്ങനൊരു സംഗതി ഇല്ല. കേരളത്തിലെ ഉൾവനത്തിനകത്തൊക്കെ കോഴിയുടേതുപോലുള്ള ചുവന്ന പൂവും ആടയുമുള്ള കൊക്കുന്നൊരു പാമ്പുണ്ട് എന്നാണ് പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത്. തെറ്റാണ്. അങ്ങനെ അല്ല, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ജീവികളുണ്ട്. അവർക്ക് പൊതുവിലൊരു മറ്റൊരു പേരും പറയും. ഇപ്പം ഹിമാലയത്തിലെ യതി എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞു മനുഷ്യൻ, ഭീമാകാരനായിട്ടുള്ള മഞ്ഞു മനുഷ്യനുണ്ട് എന്നൊരു വിശ്വാസം അവിടെയുള്ള ഈ പഴയ ഷെർപ്പമാരും പുതിയ ആൾക്കാരും പല ആർമി ഓഫീസർമാരും ഒക്കെ ഇങ്ങനെ അതിനെ മിന്നായം പോലെ ഓടിപ്പോകുന്നത് കണ്ടു എന്നുള്ള അനുഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊരു സാങ്കല്പിക സംഗതിയാണ്. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ പോലും ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാങ്കല്പിക ഒരു ജീവിയുണ്ട്. ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ, ചിത്രങ്ങളുണ്ടോ, എന്തെങ്കിലും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ചില പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ബിഗ് ഫുട്ട് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഭീമാകാരനായ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യനെ പോലുള്ളൊരു ജീവിയുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. അത്തരം ജീവികൾ എന്താണ് അതിനൊരു പൊതുവിലൊരു പേര് പറയും.
അപ്പം മൃതസഞ്ജീവനി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ജീവികളുമുണ്ട്, സസ്യങ്ങളുമുണ്ട്. മൃതസഞ്ജീവനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള രോഗത്തിനും ഔഷധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെടി, അങ്ങനൊരു സങ്കല്പമാണ്. അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ട്, അത് വനത്തിനകത്ത് എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അഗസ്ത്യാർകൂടത്തിനകത്ത് അത്തരത്തിലുള്ള ഭയങ്കര ഔഷധമൂല്യമുള്ള പല സസ്യങ്ങളും ഉണ്ടെന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ആൾക്കാർക്കുണ്ട്. വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കും, എങ്കിൽ ഈ പാമ്പുകളോട് പ്രത്യേകിച്ച് ഇഷ്ടം വരാനുള്ള കാരണം എന്താ? പണ്ടേ ഉണ്ടോ അതോ? ഞാൻ സർവീസിന്റെ ആരംഭം മുതലേ പാമ്പുകളെ പിടിക്കുന്ന ആളാണ്. പിന്നെ ആ സമയത്ത് എല്ലാ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിലും എല്ലാവരും പാമ്പുകളെ കൈകാര്യം ചെയ്യത്തില്ല. അപ്പം ഞാനതിന് സന്നദ്ധനായി എന്നുള്ളതാണ്. പിന്നീട് ഈ പാമ്പുകളെ പറ്റി കൂടുതൽ പഠിച്ചപ്പോഴേക്കും അത് ഒരുപാട് പരിമിതികളോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിയാണ്, നമുക്കൊരുപാട് ഉപകാരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴേക്കും അവയുടെ ഒരു കൺസർവേഷന് വേണ്ടിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തു, താല്പര്യമായി എന്നാണ്. പേടി എന്നുള്ളതിനേക്കാളുപരി ഒരു ജാഗ്രതയും കരുതലും ശ്രദ്ധയുമാണ് ഇതിൽ വേണ്ടത്. പാമ്പുകളെ നമ്മൾ ഈ സർപ്പ വോളണ്ടിയേഴ്സിൻ്റെ ട്രെയിനിങ്, ഞാൻ അതിൻ്റെ ട്രെയിനറാണ്. ഏകദേശം 8,000-ഓളം പേരെ ഇതുവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുക. ഏതാണ്ട് 3600-ൽ പരം ആൾക്കാർക്കാണ് ഇതുവരെ നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡീബ്രീഫിങ്ങിൽ ഇവരോട് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആൾക്കാരോട് നമ്മൾ പറയുന്നൊരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകളോടുള്ള പേടി മാറിയോ എന്ന് ചോദിക്കും. അപ്പോൾ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റെസ്ക്യൂർ ആവാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ പറയാറ്. ആ ഒരു ഭയവും കരുതലും ജാഗ്രതയും ഉള്ള ആൾക്കാർക്കാണ് നല്ല ഭംഗിയായിട്ട് പാമ്പുകളെ കൈകാര്യം ചെയ്യാനും റെസ്ക്യൂ ചെയ്യാനും പറ്റുള്ളൂ. പേടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഓവർ കോൺഫിഡൻസ് വരികയും അതിനെ ഒരു അലക്ഷ്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലാഘവത്തോടിട്ട് കൈകാര്യം ചെയ്യാനും അതിൻ്റെ കടിയേൽക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അത് വേണ്ട. നമ്മൾ ആദ്യത്തെ പാമ്പിനെ പിടികൂടുന്ന അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്ന അതേ കരുതലും ശ്രദ്ധയും ഇനിയിപ്പോൾ 10,000 പാമ്പിനെ പിടിച്ചാലും ആ 10,001-ാമത്തെ പാമ്പിനെ പിടിക്കുമ്പോഴും ഇതേ കരുതലും ശ്രദ്ധയും വേണം എന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ല. അടുത്ത ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കൊക്കെ കൂടെയുള്ളവർക്കൊക്കെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും നമ്മൾ ഫീൽഡിലൊക്കെ പോകുമ്പോൾ പിറ്റ് വൈപ്പേഴ്സ്, മലബാർ പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞിട്ട് മരത്തിൽ ചില്ലകളിലൊക്കെ ഇരിക്കുന്ന ഒരു പാമ്പുണ്ട്. അത് കൂടുതലും ഈ തോളിലും ചെവിയിലും കയ്യിലും ഒക്കെ കടിക്കും. നമ്മൾ കാണത്തില്ല, ഭയങ്കര ഹൈലി കമോഫ്ലേജ്ഡ് ആണ്. അത് സഹപ്രവർത്തകർക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മറയൂർ ജോലി ചെയ്ത സമയത്ത് നമ്മൾ ഈ ചന്ദനക്കാടുകളുടെ സംരക്ഷണമാണ്. അപ്പോൾ അവിടെ തണുപ്പും കാറ്റും ഒക്കെ, ആടിക്കാറ്റ്, ആ ഒരു സീസണിൽ ഭയങ്കര കാറ്റും തണുപ്പും ഒക്കെ ഉള്ള സീസണാണ്. അപ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറയും. ഫീൽഡിൽ കൊണ്ടുപോയിട്ട് പാറപ്പുറത്ത് ആ സ്ലീപ്പിംഗ് ബാഗിനകത്ത് കയറി നമ്മുടെ സർവീസ് റൈഫിളൊക്കെ അതിനകത്ത് വെച്ചിട്ട് പുറത്തുനിന്ന് സിബ് വലിച്ചിട്ടിട്ട് അതിനകത്ത് ഒരിച്ചിരി നേരം നമ്മൾ ചാരി ഇരുന്നൊക്കെ മയങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത്. കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല. രാത്രിയിൽ കംപ്ലീറ്റ് പട്രോളിങ്ങും ഫീൽഡ് പ്രൊട്ടക്ഷൻ ആക്ടിവിറ്റീസൊക്കെയാണ്. ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കക്ഷി രാവിലെ ഇങ്ങനെ ഒന്ന് ചാരിയിരുന്ന് ഇങ്ങനെ മയങ്ങുന്നതിനിടയ്ക്ക് അകത്ത് ഒരു ചെറിയ തണുപ്പ് പോലെ ഫീൽ ചെയ്തു. പെട്ടെന്ന് ഇത് തുറന്നു നോക്കുമ്പോഴേക്കും അകത്ത് ഒരു പാമ്പ് കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ ക്വാർട്ടേഴ്സിനകത്തൊക്കെ വനമേഖല ആയത് കാരണം നാട്ടിൻപുറത്ത് കാണുന്നതിനേക്കാൾ ഒരുപാട് വെറൈറ്റി പാമ്പുകളുണ്ട്. നമ്മുടെ ക്വാർട്ടേഴ്സൊക്കെ മിക്കവാറും വനത്തോട് ചേർന്നോ അല്ലെങ്കിൽ വനത്തിനകത്തോ, നമ്മൾ ഈ ക്യാമ്പിന് പോകുന്നതൊക്കെ വനത്തിനകത്തോ ഒക്കെ ആകുമ്പം നാട്ടിൽ കാണാത്ത ഒരുപാട് വെറൈറ്റി പാമ്പുകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അത് തണുപ്പാണ്, കോൾഡ് ബ്ലഡഡ് അല്ലേ, പൊതുവിൽ തണുപ്പായിരിക്കും. അപ്പം അത്തരം അനുഭവങ്ങൾ ധാരാളം ഉണ്ട്.